തിരുവനന്തപുരം കഠിനംകുളത്ത് യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതി രക്ഷപ്പെട്ട സ്കൂട്ടർ കണ്ടെത്തി. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സ്കൂട്ടർ കണ്ടുപിടിച്ചത്. കൊല്ലപ്പെട്ട ആതിരയുടെ സ്കൂട്ടറുമായിട്ടാണ് പ്രതി ഇന്നലെ രക്ഷപ്പെട്ടത്. സലീം മാലിക് ചേരുന്ന വിവരങ്ങളുമായി. സലീം, പറയൂ. SK ഇന്നലെയാണ് കഠിനംകുളത്ത് നാടിനെ തന്നെ നടുക്കിയ കൊലപാതകം ഉണ്ടാകുന്നത്. ഒരു ശബ്ദം പോലും കേൾക്കാതെ വീട്ടിൽ കഴിഞ്ഞിരുന്ന യുവതിയെ, ആതിരയെ കൊലപ്പെടുത്തിയ ശേഷം ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട സുഹൃത്ത് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് പരാതി. അതിനുശേഷം ഈ ആതിരയുടെ തന്നെ വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറുമായാണ് ഈ കൊലപാതകി കടന്നത്. പിന്നീട് ഈ സ്കൂട്ടർ എവിടെ എന്നുള്ളതിലായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോടുകൂടി ആ സ്കൂട്ടർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഈ സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസിന്റെ നിഗമനം സ്കൂട്ടർ ഇവിടെ ഉപേക്ഷിച്ച ശേഷം അവിടെ നിന്നും ട്രെയിനിൽ കയറി പ്രതി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രതി ആരെന്നോ പ്രതിയുടെ ഇൻസ്റ്റഗ്രാം ഐഡിയെ കുറിച്ചോ വിലാസമോ ഒന്നും പോലീസിന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. പോലീസ് കാര്യമായ അന്വേഷണത്തിലാണ്. മാത്രമല്ല ഈ പ്രതി ഈ കൃത്യം നടത്താനായി വളരെ നേരത്തെ ഇവിടേക്ക് എത്തിയെന്നും പെരുമാതുറയിൽ ഒരു റൂം എടുത്ത് താമസിച്ചു എന്നുമുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ റൂം പോലീസ് ഇന്ന് തുറന്ന് പരിശോധിക്കും. കാരണം തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ആ റൂമിൽ നിന്നും പുറത്തുപോയ പ്രതി പിന്നീട് ഇവിടേക്ക് മടങ്ങി എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതി ആര് എന്നതിൽ പോലീസിന് ഇപ്പോഴും ഒരു സംശയമുള്ളത്. റൂം തുറന്ന് പരിശോധിക്കുന്നതിലൂടെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കണ്ടെത്തിയ സ്കൂട്ടർ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത്. ഇന്ന് രാവിലെ ആ സ്കൂട്ടറും തുറന്ന് പരിശോധിക്കും. ഇതിൽ 4 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. ഇതിൽ ഒന്നാമത്തെ സംഘം തിരുവനന്തപുരം റൂറൽ SP നേതൃത്വത്തിലുള്ള സംഘമാണ്. ഒപ്പം ആറ്റിങ്ങൽ DYSP നേതൃത്വത്തിലാണ് മറ്റൊരു സംഘമുള്ളത്. ഡാൻസ് ഓഫ് സംഘവും കഠിനംകുളം ചിറയൻകീഴ് പോലീസ് എന്നിവർ ചേരുന്ന ഒരു സംഘവും. അങ്ങനെ 4 സംഘങ്ങളായി വിദഗ്ധമായ അന്വേഷണമാണ് നടത്തുന്നത്. അതിനിടെ മരിച്ച ആതിരയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. അതിനുശേഷം സംസ്കരിക്കാനായി ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. SK വിവരങ്ങൾ നൽകിയത്